എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ ഈ ഒരു കർമ്മത്തെ ആ സർവേശ്വരൻ്റെ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ ഈശ്വര. ഓം നമഃ ശിവായ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം നമോ നാരായണായ. ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 18 നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൃഥു മഹാരാജാവ് ഭൂമിദേവിയിൽ നിന്നും സമ്പൽ സമൃദ്ധിയെ കറന്നെടുക്കുന്നത്. അതിൽ ശ്ലോകം 16 വരെ നമ്മുടെ ഇന്നലത്തെ കഴിഞ്ഞു. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു കൊടുക്കുകയാണ്, ആദ്യം ഒരു പശുക്കിടാവിനെ പാല് കറന്നൊഴിക്കാനുള്ളൊരു പാത്രം, ഒരു കറവക്കാരൻ, ഇത്രയും തയ്യാറാക്കുക. അതിനുശേഷം കറന്നെടുത്താലും ഈ ഭൂമിയെ സമനിരപ്പാക്കണം. എന്നാൽ മാത്രമേ ഇനി ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു ഔഷധവും ഈ സസ്യങ്ങളും ഈ ഫലഭൂയിഷ്ഠതയും ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഭൂമിയിൽ ആ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ ഭൂമിയെ സമനിരപ്പാക്കണം. ഈ 2 നിർദ്ദേശങ്ങളാണ് രാജാവിന് കൊടുത്തത്. അതനുസരിച്ച് രാജാവ് അതുപോലെ തന്നെ പൃഥു മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ തന്നെ സ്വയംഭുവ മനുവിനെ പൈക്കിടാവാക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ ഔഷധങ്ങളെ മുഴുവനും ഭൂമിദേവിയിൽ നിന്നും ആ ഒരു പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു. അതിനുശേഷം മഹർഷിമാർ വേദമന്ത്രങ്ങളെ കറന്നെടുത്തു. അതുപോലെ ദേവന്മാർ ആ ഒരു ശക്തിയെ, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ശക്തിയെ, അമരത്വത്തെ കറന്നെടുത്തു. അസുരന്മാർ ആ ഒരു ലഹരി പാനീയങ്ങൾ കുടിക്കാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അതിനെയാണ് അവർ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തത്. ഇത്രയുമാണ് നമ്മൾ ഇന്നലെ കേട്ടത്. ഇനി ശ്ലോകം 17. ഗന്ധർവ അപ്സരസഃ അദൂക്ഷൻ പാത്രേ പത്മമയേ പയഃ വത്സം വിശ്വാവസും കൃത്വാ ഗാന്ധർവം മധു സൗഭഗം. ഗന്ധർവന്മാരും അപ്സരസ്ത്രീകളും അദൂക്ഷൻ കറന്നെടുത്തു എന്ന്. പാത്രേ പത്മമയേ, താമരപ്പൂവിൻ്റെ ഇതളുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിലാണ് കറന്നെടുത്തത്. പയഹ, പാലിനെ. ഇനി ആ പാല് കറക്കാനായിട്ട് പൈക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയത് വിശ്വാവസും എന്ന് പറയുന്ന ആ ഗന്ധർവന്മാരുടെയും അപ്സര സ്ത്രീകളുടെയും നേതാവിനെ പശുക്കിടാവായി കൊണ്ടുവന്ന് നിർത്തി സങ്കല്പിച്ചിട്ട് ഗാന്ധർവം മധു സൗഭഗം. സൗഭഗം എന്നാൽ സൗന്ദര്യം, മധു എന്നുവെച്ചാൽ മധുരമായ വാക്കുകൾ, ഗാന്ധർവം എന്നുവെച്ചാൽ ഗാനങ്ങൾ. ഈ ഗന്ധർവന്മാരും അപ്സര സ്ത്രീകളും അതാണല്ലോ, അവർ പാട്ടുപാടുന്നു, നൃത്തം വയ്ക്കുന്നു. അപ്പോൾ സൗന്ദര്യം, അതുപോലെ മധുരമായ പാട്ടുകൾ, മധുരമായ വാക്കുകൾ, ഇവയെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കിത് കിട്ടണമെന്ന്. അപ്പോൾ അത് അവർ ആ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തു. പൈക്കിടാവായി വിശ്വാവസും എന്ന അവരുടെ നേതാവിനെ നിർത്തി പാത്രമായി താമരപ്പൂവിൻ്റെ ഇതള് കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രത്തിൽ ആണ് അവർ പാലിൻ്റെ രൂപത്തിൽ ഇവയെയെല്ലാം കറന്നെടുത്തത്. ഇനി ശ്ലോകം 18. വത്സേന പിതരഃ അര്യംന കവ്യം ക്ഷീരം അദൂക്ഷതഃ ആമപാത്രേ മഹാഭാഗഃ ശ്രദ്ധയാ ശ്രാദ്ധദേവത. അടുത്തത് പിതരഃ, പിതൃദേവന്മാർ, പിതൃക്കൾ. ശ്രാദ്ധദേവത, നമ്മൾ ശ്രാദ്ധം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കുന്നത് ഈ പിതൃദേവന്മാരാണ്. അങ്ങനെ മഹാഭാഗന്മാരും ശ്രാദ്ധത്തെ സ്വീകരിക്കുന്നവരുമായ ആ പിതൃദേവന്മാർ വത്സേന അര്യംന എന്നുവെച്ചാൽ ആര്യമാവ് എന്ന് പറയുന്നത് അവരുടെ പിതൃദേവന്മാരുടെ, പിതൃലോകത്തെ മെയിനായിട്ടുള്ള പ്രധാനപ്പെട്ട ദേവനാണ് അര്യമാവ്. ആ അര്യമാവിനെ അവിടെ പശുക്കിടാവായിട്ട് കൊണ്ടുവന്ന് നിർത്തി സങ്കല്പിച്ചിട്ട് അവർ അദൂക്ഷത കറന്നെടുത്തു. ക്ഷീരം, പാലിൻ്റെ രൂപത്തിൽ. കവ്യം എന്ന് വെച്ചാൽ പിതൃക്കൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണ വസ്തുക്കളെ കറന്നെടുത്തു എന്ന്. പിതൃക്കൾക്ക് കൊടുക്കാനുള്ള, അവരുടെ വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണ വസ്തുക്കളെ പാലിൻ്റെ രൂപത്തിൽ ഈ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തു. ആമപാത്രം എന്ന് വെച്ചാൽ
പച്ച മൺകലം എന്ന്, അതായത് മൺകലം ചൂടാക്കിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെ ചൂടാക്കാതെ പച്ച മൺകലത്തിലേക്കാണ് അത് കറന്നെടുത്തത് എന്ന്. ശ്രദ്ധയാ, വളരെ ശ്രദ്ധയോടുകൂടി അവർ കറന്നെടുത്തു. അപ്പൊ പിതൃദേവന്മാർ പിതൃലോകത്തെ മുഖ്യദേവനായിട്ടുള്ള അര്യമാവിനെ പശുക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഭൂമിദേവിയിൽ നിന്നും പിതൃക്കൾക്ക് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണ സാധനങ്ങളെ ഒരു പച്ച മൺപാത്രത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി അവരും കറന്നെടുത്തു. അപ്പൊ ആവശ്യക്കാർ ഓരോരുത്തരായിട്ട് വരികയാണ് കേട്ടോ. ഇവിടെ ഭൂമിദേവി എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി എന്ന് മാത്രം സങ്കല്പിക്കരുത്. ആ പ്രകൃതി തന്നെയാണ് ഭൂമി, അഗ്നി, വായു, ജലം, സൂര്യൻ എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത് ദേവന്മാരായിട്ടും. അപ്പോൾ പ്രകൃതിയിൽ നിന്നാണ് ഇതിനെയൊക്കെ സ്വീകരിക്കുന്നത് എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. അല്ലാതെ വെറും ഭൂമി എന്ന് മാത്രം സങ്കല്പിക്കരുത്. പ്രകൃതിയിൽ നിന്നും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ മനുഷ്യര്, ദേവന്മാര് എല്ലാവരും ആ പ്രകൃതിയിൽ നിന്നും അവരവർക്ക് വേണ്ടതിനെ കറന്നെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് വേണം അതിനെ മനസ്സിലാക്കാൻ. ശ്ലോകം 19. പ്രകൽപ്യവത്സം കപിലം സിദ്ധാ സങ്കൽപ്പനാമയീം സിദ്ധിം നഭസി വിദ്യാം ച യേ ച വിദ്യാധരാ വിദ്യാധര ആദയ. അപ്പോൾ അടുത്തത് സിദ്ധാഹ, സിദ്ധന്മാരും വിദ്യാധര ആദയ, വിദ്യാധരന്മാർ മുതലായവർ. അപ്പൊ സിദ്ധന്മാരും വിദ്യാധരന്മാരും അവര് പൈക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയത് കപില ഭഗവാനെയാണ്. കപിലം വത്സം പ്രകൽപ്യ, കപില ഭഗവാനെ പശുക്കിടാവായി സങ്കല്പിച്ചിട്ട് സിദ്ധന്മാരും വിദ്യാധരന്മാരും, അതിൽ സിദ്ധന്മാർ ആഗ്രഹിച്ചത് സങ്കൽപ്പനാമയീം എന്ന് വെച്ചാൽ ആ ഒരു നിഗൂഢമായ യോഗശക്തികളെയാണ് കിട്ടണമെന്ന് സിദ്ധന്മാർ ആഗ്രഹിച്ചത്. അപ്പോൾ അതാണ് അവർ ആ പ്രകൃതിയിൽ നിന്നും, ഭൂമിദേവിയുടെ രൂപത്തിൽ നിൽക്കുന്ന ആ പ്രകൃതിയിൽ നിന്നും കറന്നെടുത്തത് സിദ്ധന്മാർ. അതിന് അവർ കൊണ്ടുവന്ന് നിർത്തിയ പൈക്കിടാവ് ആരായിരുന്നു? സാക്ഷാൽ കപില ഭഗവാനാണ്. അപ്പോൾ കപില ഭഗവാനെ കണ്ടാൽ തീർച്ചയായിട്ടും ആ അമ്മ പാൽ ചുരത്തി കൊടുക്കും, പ്രകൃതി അത് കൊടുക്കും. അങ്ങനെ അവരാഗ്രഹിച്ചത് നിഗൂഢമായ യോഗശക്തികൾ തങ്ങൾക്ക് വേണമെന്ന് സിദ്ധന്മാർ. അപ്പോൾ അവർക്കതിന് കൊടുത്തു. അതിനവർ പാത്രമാക്കിയത് നഭസി, ആകാശത്തെയാണെന്ന്. ആകാശത്തെയാണ് പാത്രമാക്കിയത്. ആ പാത്രത്തിലേക്കാണ് പാലിൻ്റെ രൂപത്തിൽ ഇത് ഈ ഒരു യോഗശക്തി നിക്ഷേപിച്ചത്. അങ്ങനെയാണ് അവർ കറന്നെടുത്ത് അത് സ്വീകരിച്ചത്. ഇനി വിദ്യാധരന്മാരോ സിദ്ധിം വിദ്യാം ച യേ ച വിദ്യാധര ആദയ, വിദ്യാധരന്മാർ ആഗ്രഹിച്ചത് നഭസി എന്ന് പറയുമ്പോൾ ആകാശത്തിലൂടെയുള്ള യാത്ര ചെയ്യാനുള്ള കഴിവുണ്ടാകണേ എന്നാണ് വിദ്യാധരന്മാർ ആഗ്രഹിച്ചത് എന്ന്. അപ്പോൾ സിദ്ധന്മാർക്ക് ആ സിദ്ധികൾ കിട്ടണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. വിദ്യാധരന്മാർ ആകാശത്തിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഈ രണ്ട് ആഗ്രഹങ്ങളും ആ പ്രകൃതിയിൽ നിന്നും അവർ കറന്നെടുക്കാനായിട്ട് പശുക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയത് കപില ഭഗവാനെയാണ്. അങ്ങനെ അവർ അവരുടെ ആഗ്രഹങ്ങളും അവിടെ നിന്നും കറന്നെടുത്തു. അടുത്തത് ശ്ലോകം 20. അന്യേച്ച മായിനഃ മായാം അന്തർദാന അദ്ഭുത ആത്മാനാം മയം പ്രകൽപ്യ വത്സം തേ ദുദൂഹു ധാരണാമയീം. അന്യേച്ച, ഇനി മറ്റുള്ളവരേട്ട. ആരാണ്? മായിനഃ, മായാവികളായിട്ടുള്ള ആളുകൾ. അവര് മയം പ്രകൽപ്യ വത്സം, അവരുടെ മെയിൻ പ്രധാന രാക്ഷസനായിട്ടുള്ള മയനെ പശുക്കിടാവായിട്ട് വത്സം പ്രകൽപ്യ എന്ന് വെച്ചാൽ സങ്കല്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ ആഗ്രഹം എന്താണെന്നോ? അന്തർദാന അദ്ഭുതാത്മനം, അത്ഭുതകരമായ രീതിയിൽ അപ്രത്യക്ഷമാവാനുള്ള കഴിവ് വേണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. ആ മായാവിദ്യയെ കിട്ടണമെന്ന് ആഗ്രഹിച്ച അവർ ദുദൂഹു, കറന്നെടുത്തു എന്ന്. ധാരണാമയീം എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹത്തിനനുസരിച്ച്, അവരുടെ സങ്കല്പത്തിനനുസരിച്ച് രൂപമെടുക്കാനും അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമാവാനും വേറെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനും ഒക്കെയുള്ള സിദ്ധികൾ അല്ലെങ്കിൽ ആ മായാവിദ്യയെ കിട്ടണമെന്ന് ആഗ്രഹിച്ച മായാവികളായ രാക്ഷസന്മാർ മയനെ, രാക്ഷസരുടെ നേതാവായ മയനെ അവിടെ പശുക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ അപ്രത്യക്ഷമാവാനും ഇഷ്ടപ്പെട്ട രൂപത്തെ സ്വീകരിക്കാനുമുള്ള ആ കഴിവിനെ ഭൂമിയിൽ നിന്നും ആ പ്രകൃതിയിൽ നിന്നും കറന്നെടുത്തു എന്നാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടത് കറന്നെടുക്കുകയായിരുന്നു. ശ്ലോകം 21. യക്ഷ രാക്ഷസി ഭൂതാനി പിശാച പിശിദാശനഃ ഭൂതേശവത്സാ ദുദൂഹു കപാലേ ക്ഷതജ ആസവം.
യക്ഷ രാക്ഷസി, യക്ഷന്മാര്, രാക്ഷസന്മാര്, ഭൂതാനി എന്ന് വെച്ചാൽ ഭൂതങ്ങള്, പിശാച പിശാചുക്കള്, പിശിത അശനഹ മാംസം ഭക്ഷണം കഴിക്കുന്ന ശീലമുള്ളവർ, അതാണ് പിശിത അശനഹ മാംസാഹാരം കഴിക്കുന്നവര്. ഇവരെല്ലാം ഭൂദേശ വത്സ, ഭൂദേശനെയാണ് വത്സൻ എന്ന് വെച്ചാൽ പശുക്കിടാവായി നിർത്തിയത്. ഭൂദേശൻ മഹാദേവന്റെ അംശമായിട്ടുള്ള ശ്രീരുദ്ര ഭഗവാനെ അവർ പൈക്കിടാവായിട്ട് കൊണ്ടുവന്ന് സങ്കല്പിച്ചിട്ട് ദുദൂഹു കറന്നെടുത്തു എന്ന്. അവർക്ക് വേണ്ടത് എന്തൊക്കെയായിരിക്കും? യക്ഷരാക്ഷസന്മാർ, പിശാചുക്കള്, ഭൂതങ്ങള്, ഇവർക്ക് വേണ്ടത് മാംസവും രക്തവുമായിരിക്കും അല്ലേ? അപ്പൊ കപാലേ തലയോട്ടിയാകുന്ന പാത്രത്തിലേക്ക് ക്ഷതജ ആസവം രക്തമാകുന്ന പാലിനെ അവർ കറന്നെടുത്തു. അവർക്ക് വേണ്ടത് അതാണ്. അപ്പോൾ യക്ഷന്മാർ, രാക്ഷസന്മാർ, ഭൂതങ്ങൾ, പിശാചുക്കള്, മാംസവും രക്തവും ഭക്ഷിക്കുന്നവർ, ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അവരുടെ നേതാവായിട്ടുള്ള ഭൂദേശനെ, അതായത് ഭൂതങ്ങളുടെ ഈശ്വരനായിട്ടുള്ള ശ്രീരുദ്രനെ അവിടെ പൈക്കിടാവായി സങ്കല്പിച്ച് കൊണ്ടുവന്ന് നിർത്തി തലയോട്ടിയാകുന്ന പാത്രത്തിലേക്ക് മാംസവും രക്തവും അവർ കറന്നെടുത്തു പാലിൻ്റെ രൂപത്തിൽ എന്നാണ് പറയുന്നത്. ശ്ലോകം 22. തഥാ ഹയഃ അഹയഃ തഥാ അഹയഃ ദന്തശുഗഃ സർപ്പ നാഗാഃ ച തക്ഷകം വിദായ വത്സം ദുദുഹു ബിലപാത്രേ വിഷംപയഃ. തഥാ ഇനി അതുപോലെ അഹയഃ എന്ന് വെച്ചാൽ പത്തികളില്ലാത്ത പാമ്പുകൾ, ദന്തശുഗ എന്ന് വെച്ചാൽ തേളുകൾ, സർപ്പ എന്ന് വെച്ചാൽ മൂർഖൻ, നാഗ പെരുമ്പാമ്പുകൾ, ഇവരെല്ലാവരും മൂർഖൻ, പെരുമ്പാമ്പുകൾ, അതുപോലെ തേളുകൾ, അഹയഹ എന്ന് വെച്ചാൽ പത്തിയില്ലാത്ത പാമ്പുകൾ, ഇവരെല്ലാവരും തക്ഷകം വിദായ വത്സം തക്ഷകനെ, അവരുടെ രാജാവായ തക്ഷകനെ പൈക്കിടാവായിട്ട് പൈക്കിടാവായി വിദായ സങ്കല്പിച്ചിട്ട് ദുദൂഹു കറന്നെടുത്തു, ബിലപാത്രേ അവരുടെ വായയാകുന്ന പാത്രത്തിലേക്ക് വിഷംപയഃ വിഷമാകുന്ന പാലിനെ, അവരുടെ ഉള്ളിലുള്ളത് അതാണല്ലോ വിഷം, അവരുടെ ഉള്ളിലെ നീര് എന്ന് പറയുന്നത് വിഷമാണ്, അതിനെ കറന്നെടുത്തു പാലിൻ്റെ രൂപത്തിൽ എന്ന്. അപ്പോൾ പത്തിയില്ലാത്ത പാമ്പുകൾ, മൂർഖൻ, വലിയ വലിയ പെരുമ്പാമ്പുകൾ, തേളുകൾ, ഇവരുടെയൊക്കെ ഉള്ളിൽ വിഷമാണുള്ളത്, ദ്രാവകം. അപ്പോൾ അവരുടെ നേതാവായ തക്ഷകനെ പശുക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരുടെ വായയാകുന്ന പാത്രത്തിലേക്ക് വിഷമാകുന്ന പാലിനെ കറന്നെടുത്തു. ഇനി ശ്ലോകം 23 24 ഒരുമിച്ച്. പശവഃ യവസം ക്ഷീരം വത്സം കൃത്വാ ച ഗോവൃഷം അരണ്യപാത്രേ ച അദൂക്ഷൻ മൃഗേന്ദ്രേണ ച ദംഷ്ട്രിണഃ ക്രവ്യ ആദാഹ പ്രാണിനഃ ക്രവ്യം ദുദൂഹു സ്വേ കളേവരേ സുപർണവത്സാ വിഹഗാഹ ചരം ച അചരം ഏവ ച. ക്രവ്യ ആദാഹ പ്രാണിനഃ ക്രവ്യം ദുദൂഹു സ്വേ കളേവരേ സുപർണവത്സ വിഹഗാഹ ചരം ച അചരം ഏവ ച. ഇപ്പോൾ ഇവിടെ പറയുന്നത് പശവഹ, അപ്പോൾ സസ്യബുക്കുകളായിരിക്കും അല്ലേ? പശവഹ എന്ന് പറഞ്ഞാൽ പശുക്കൾ, സസ്യബുക്കുകൾ. യവസം അവർക്ക് വേണ്ടത് പച്ചപ്പുല്ലാണ്. ആ യവസം എന്നാൽ പച്ചപ്പുല്ലിനെ ക്ഷീരം പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു. വത്സ കൃത്വാച്ച ഗോവൃഷം അവിടെ പൈക്കിടാവായിട്ട് വത്സം കൃത്വ കൊണ്ടുവന്നത് ഗോവൃഷം എന്ന് വെച്ചാൽ മഹാദേവൻ്റെ വാഹനമായിട്ടുള്ള ഋഷഭത്തെയാണ് പശുക്കിടാവായി കൊണ്ടുവന്നത്. എന്നിട്ട് അരണ്യപാത്രേ വനം കാടാകുന്ന പാത്രത്തിലേക്ക് അധൂക്ഷൻ പച്ചപ്പുല്ലിനെ പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു. അപ്പോൾ സസ്യബുക്കുകളായ പശു മുതലായ മൃഗങ്ങൾ അവർക്ക് ആവശ്യമായ പച്ചപ്പുല്ലിനെ കാടാകുന്ന പാത്രത്തിലേക്ക്, എന്ന് വെച്ചാൽ കാട്ടിലാകെ പച്ചപ്പുല്ലുണ്ടാവണം, ആ പാത്രത്തിലേക്ക് ഋഷഭനെ പൈക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ആ പ്രകൃതിയിൽ നിന്നും കറന്നെടുത്തു. അപ്പോൾ അവരുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടു. ഇനി ആരാ? മാംസബുക്കുകളാണ്. അതാണ് മൃഗേന്ദ്രേണ മൃഗങ്ങളുടെ രാജാവായിട്ടുള്ള സിംഹത്തെ അവിടെ പൈക്കിടാവായി നിർത്തിയിട്ട് ദംഷ്ട്രീന മൂർച്ചയേറിയ പല്ലുകളുള്ള ക്രവ്യ ആദ പ്രാണിന ക്രവ്യ ആദ മാംസബുക്കുകളായിട്ടുള്ള മാംസം ഭക്ഷിക്കുന്ന പ്രാണിന ജീവികൾ, മൃഗങ്ങൾ. അപ്പം മാംസം ഭക്ഷിക്കുന്ന മൃഗങ്ങൾ അവരുടെ നേതാവായി കാട്ടിലെ രാജാവായ സിംഹത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. മൂർച്ചയേറിയ പല്ലുകളൊക്കെയുള്ള സിംഹത്തെ പൈക്കിടാവായി കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവർ ക്രവ്യം ദുദൂഹു മാംസത്തെ ദുദൂഹു കറന്നെടുത്തു. സ്വേ കളേവരം അവരുടെ ശരീരത്തിൻ്റെ വിശപ്പ് മാറ്റാൻ ആവശ്യമായ മാംസത്തെ കറന്നെടുത്തു. അതായത് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ട ചെറിയ ചെറിയ ജീവി, കാട്ടിലെ നിയമം ഏതാ?
വലിയവർ ചെറിയവരെ ഭക്ഷിക്കും. അപ്പം അതിന് വേണ്ട ചെറിയ ചെറിയ ജീവികളെ, അത്തരത്തിൽ മാംസമുള്ള ജീവികളെയൊക്കെ കറന്നെടുത്തു ആ പ്രകൃതിയിൽ നിന്ന് എന്നർത്ഥം. ഇനി സുപർണ വത്സ, സുപർണൻ ഗരുഡനെ വത്സ ഇതേപോലെ പൈക്കിടാവാക്കിയിട്ട് വിഹഗ നിയമിച്ചിട്ട്, വിഹഗ എന്നാൽ പക്ഷികൾ, ചരം ച അചരം ഏവച, ചരം എന്ന് വെച്ചാൽ എന്താ, ചലിക്കുന്ന ജീവസത്തകൾ, അതായത് ചെറിയ ചെറിയ പക്ഷികളെ, എന്തിനേക്കാ, ചെറിയ ചെറിയ പ്രാണികളെ. ഇനി അചരം എന്ന് വെച്ചാൽ ചലിക്കാത്ത ചെറിയ ചെറിയ ചെടികൾ, വിത്തുകൾ, ഇതൊക്കെയാണല്ലോ പക്ഷികൾ കൊത്തി തിന്നുക, അങ്ങനെയുള്ളവയെ കറന്നെടുത്തു എന്ന് മനസ്സിലായി. അപ്പൊ സസ്യബുക്കുകളായ മൃഗങ്ങൾ പച്ചപ്പുല്ലിനെ, വൃഷഭത്തെ പൈക്കിടാവായി നിർത്തി കാടാകുന്ന പാത്രത്തിലേക്ക് കറന്നെടുത്തു. മാംസം കഴിക്കുന്ന മൃഗങ്ങൾ സിംഹത്തെ പൈക്കിടാവായി നിർത്തിയിട്ട് അവർക്ക് വേണ്ട മാംസത്തെ കറന്നെടുത്തു. ഇനി പക്ഷികള് ഗരുഡനെ പൈക്കിടാവായി നിർത്തിയിട്ട് അവർ കഴിക്കുന്നത് എന്താ, ചെറിയ ചെറിയ ചെടികള്, വിത്തുകള്, അതാണ് അചരം. ചരം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ, ഇതിനെയൊക്കെ പാലിൻ്റെ രൂപത്തിൽ ആ പ്രകൃതിയിൽ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തു എന്ന് പറയുന്നു. ശ്ലോകം 25. ഇനി വട വത്സ വനസ്പതയ പൃഥക് രസമയം പയ ഗിരയ ഹിമവത് വത്സ നാനാധാതൂൻ സ്വസാനുഷു. വട, വടം എന്ന് വെച്ചാൽ ആൽമരത്തെ, വത്സ എന്ന് വെച്ചാൽ പൈക്കിടാവാക്കി നിർത്തി, വനസ്പതയ മരങ്ങൾ, വൃക്ഷങ്ങൾ, ആൽമരത്തിൻ്റെ, വൃക്ഷങ്ങളിലെ രാജാവായ ആൽമരത്തെ പൈക്കിടാവാക്കി നിർത്തി. പൃഥക് എന്ന് വെച്ചാൽ വെവ്വേറെ വെവ്വേറെ, രസമയം എന്ന് വെച്ചാൽ പറയുന്നത് വൃക്ഷങ്ങളുടെ ഉള്ളിലെ രസമുണ്ടല്ലോ എന്ന് വെച്ചാൽ, ഇപ്പം എന്താ ഉദാഹരണം പറയാം, പാല്, റബ്ബറിൻ്റെ ഉള്ളിലെ പാല് എന്ന് പറയില്ലേ, മാവൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഒന്ന് ചുരണ്ടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീര് പുറത്തേക്ക് വരില്ലേ, എല്ലാ ചെടികൾക്കും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു നീര്, അതാണ് അതിൻ്റെ രസം. ആ രസത്തെ പയഹ പാലിൻ്റെ രൂപത്തിൽ കറന്നെടുത്തു എന്ന്. അപ്പോൾ എല്ലാ വൃക്ഷങ്ങളും ആൽമരത്തെ പൈക്കിടാവായി നിർത്തി ആ വൃക്ഷങ്ങളുടെ ഉള്ളിലുള്ള വെവ്വേറെ തരത്തിലുള്ള രസത്തെ പാലിൻ്റെ രൂപത്തിൽ ആ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തു. ഇനി ഗിരയഹ പർവ്വതങ്ങൾക്കും ആവശ്യമുണ്ട്. ഹിമവത് വത്സ ഹിമവാനെ അവിടെ പൈക്കിടാവായി നിർത്തി പർവ്വതങ്ങൾ. എന്നിട്ട് നാനാധാതൂൻ ഓരോ പർവ്വതങ്ങളുടെ ഉള്ളിലും പല വിധത്തിലുള്ള ധാതുക്കളാണ് ഉള്ളത് അല്ലേ. ഈ ധാതുക്കളെ സ്വസാനുഷു എന്ന് വെച്ചാൽ അവയുടെ ശിഖിരങ്ങളാകുന്ന പാത്രത്തിലേക്ക് കറന്നെടുത്തു എന്ന്. അപ്പം പർവ്വതങ്ങൾ ഹിമവാനെ പൈക്കിടാവായി നിർത്തിയിട്ട് അവരുടെ പർവ്വതങ്ങളുടെ ശിഖിരങ്ങളാകുന്ന പാത്രത്തിലേക്ക്, ഓരോ പർവ്വതത്തിൻ്റെ ഉള്ളിലും പ്രത്യേകം ധാതുക്കളുണ്ട്. അപ്പം അതവർക്ക് വേണം. ആ ധാതുക്കളെ ആണ് ഈ പ്രകൃതിയിൽ നിന്നും ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്തത് എന്നാണ് പറയുന്നത്. ഇനി ശ്ലോകം 26. സർവേ സ്വമുഖ്യവത്സേന സ്വേ സ്വേ പാത്രേ പൃഥക് പയഃ സർവകാമദുഃഖാം പൃഥ്വീം ദുദുഹു പൃഥുഭാവിതാം. സർവേ ഇനി പൊതുവായിട്ട് പറയാനട്ടാ, എല്ലാവരും സ്വമുഖ്യവത്സേന അവരുടെ വിഭാഗത്തിലെ മുഖ്യന്മാരെ പൈക്കിടാങ്ങളാക്കിയിട്ട്, വത്സേന അങ്ങനെ പൈക്കിടാങ്ങളായി നിർത്തിയിട്ട്, സ്വേ സ്വേ അവർക്ക് എന്തൊക്കെയാണോ വേണ്ടത്, പാത്രേ അവരവരുടെ പാത്രത്തിലേക്ക്, പൃഥക് പ്രത്യേകം വെവ്വേറെയായിട്ട്, പയഹ പാലിൻ്റെ രൂപത്തിൽ അവർക്ക് വേണ്ടതെല്ലാം കറന്നെടുത്തു. സർവകാമ ദുഃഖം എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്ന പൃഥ്വി ആ ഭൂമിദേവിയിൽ നിന്നും പൃഥുഭാവിതം പൃഥു മഹാരാജാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു നിൽക്കുന്ന ആ ഭൂമിദേവിയിൽ നിന്നും ദുദൂഹു കറന്നെടുത്തു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് വേണ്ടതായതിനെയൊക്കെ അവനവൻ്റെ ആഗ്രഹങ്ങൾ, അവനവൻ്റെ നിലനിൽപ്പിന് ഊർജമാകുന്ന ആ ശരീരത്തിന് ശക്തി നൽകുന്ന അവനവന് വേണ്ട അന്നത്തെ, ആവശ്യത്തെ, ഇഷ്ടപ്പെടുന്നതിനെയെല്ലാം വെവ്വേറെ പാത്രങ്ങളിലെ അവരവരുടെ വെവ്വേറെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാം സാധിച്ചു തരുന്ന ആ പൃഥുവിനാൽ നിയന്ത്രിക്കപ്പെട്ടു നിൽക്കുന്ന ഭൂമിദേവിയിൽ നിന്നും, അനുസരണയോടുകൂടി നിൽക്കുന്ന ആ പൈക്കിടാവിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയിൽ നിന്നും എല്ലാവരും അവനവൻ വേണ്ടത് കറന്നെടുത്തു. ശ്ലോകം 27. ഏവം പൃഥു ആദയഃ പൃഥ്വീം അന്ന ആദ
സു അന്നം ആത്മനഃ അന്ന ആദാ സു അന്നം ആത്മനഃ ദോഹവത്സാദി ഭേദേന ക്ഷീരഭേദം കുരുദ്വഹ. ഇവിടെ മൈത്രേയ മഹർഷി വിളിക്കുകയാണ് കുരുദ്വഹ, അല്ലയോ വിതുരരെ. ഏവം ഇപ്രകാരം പൃഥു ആദയ പൃഥു മുതലായവർ പൃഥ്വീം ആ ഭൂമിദേവിയിൽ നിന്നും അന്നം ആദാ അതായത് ഭക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാ ജീവസത്തകളും പൃഥു മുതലായ ഭക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാ ജീവസത്തുക്കളും സു അന്നം ആത്മന അവരവർ ആഗ്രഹിക്കുന്ന ഭക്ഷണ സാധനങ്ങളെ ദോഹ വത്സാദി ഭേദേന, ദോഹം എന്ന് വെച്ചാൽ പാല് കറന്നൊഴിക്കുന്ന പാത്രം, വത്സം പൈക്കിടാവ്, ആദി എന്ന് വെച്ചാൽ പിന്നെ എന്താ കറവക്കാരൻ മുതലായ വെവ്വേറെ വസ്തുക്കളെ ക്ഷീരഭേദം എന്ന് വെച്ചാൽ ആ പാലിൻ്റെ രൂപത്തിൽ വ്യത്യസ്തമായ വസ്തുക്കളെ പദാർത്ഥങ്ങളെ അന്നങ്ങളെ പാലിൻ്റെ രൂപത്തിൽ അവരെല്ലാവരും അവർക്ക് വേണ്ടത് കറന്നെടുത്തു എന്ന് മൈത്രേയ മഹർഷി വിതുരരോട് പറയാണ്. അല്ലയോ വിതുരരെ, ഇപ്രകാരം പൃഥു മഹാരാജാവും അന്നമാത അതുപോലെ ഭൂമി മറ്റുള്ള എല്ലാവരും ഭക്ഷണം ആഗ്രഹിക്കുന്ന എല്ലാ ജീവസത്തകളും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടതായിട്ടുള്ള ഭക്ഷണത്തെ അതിന് വേണ്ടിയിട്ട് കറവക്കാരൻ അവരവരുടെ നേതാവിനെ പൈക്കിടാവായി നിർത്തി പാൽപാത്രവും കൊണ്ടുവന്ന് പല പദാർത്ഥങ്ങളെ പാലിൻ്റെ രൂപത്തിൽ ഭൂമിദേവിയിൽ നിന്നും കറന്നെടുത്ത് എല്ലാവരും സംതൃപ്തരായി എന്നാണ് പറയുന്നത്. ശ്ലോകം 28. തതഃ മഹീപതിഃ പ്രീതഃ സർവകാമദുഃഖാം പൃഥുഃ ദുഹിതൃത്വേ ചകാര ഇമാം പ്രേംണാ ദുഹിതൃവത്സലഃ. തതഃ അനന്തരം മഹീപതി ചക്രവർത്തിയായ പൃഥു പ്രീത സന്തുഷ്ടനായിട്ട് സർവകാമദുഃഖാം എല്ലാവരുടെ ആഗ്രഹങ്ങളെയും ദുഃഖം എന്ന് വെച്ചാൽ പാലിൻ്റെ രൂപത്തിൽ സാധിച്ചു കൊടുത്ത ആ ഭൂമിദേവിയിൽ പൃഥു മഹാരാജാവ് പൂർണ്ണ സംതൃപ്തനായിട്ട് അപ്പം എന്താ ഉണ്ടായിരുന്ന പ്രേംണ അത്യധികം സ്നേഹത്തോടെ ഇമാം ആ ഭൂമിദേവിയെ ദുഹിതൃവത്സല ഒരു മകളോടുള്ള വാത്സല്യത്തോടുകൂടി ദുഹിതൃത്വേ ചകാര ഒരു സ്വന്തം മകളായി തന്നെ കണക്കാക്കുകയും ചെയ്തു എന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് അതേപടി അനുസരിച്ചതുപോലെ ഭൂമിദേവി എല്ലാവർക്കും അവിടെ ഒന്നും ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചില്ല. എന്താണോ വേണ്ടത് എല്ലാവർക്കും അത്രയും ധാരാളമായി തന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടതിനെല്ലാം ചൊരിഞ്ഞു കൊടുത്തപ്പോൾ ഭൂമിദേവിയുടെ ആ പ്രവൃത്തിയിൽ സന്തുഷ്ടനായ പൃഥു മഹാരാജാവ് ഭൂമിദേവിയുടെ അതീവ സ്നേഹവും അതുപോലെ ഒരു മകളോടുള്ള വാത്സല്യവും തോന്നിയപ്പോൾ സ്വന്തം മകളായി തന്നെ ഭൂമിദേവിയെ കണ്ടു എന്നാണ് പറയുന്നത്. ശ്ലോകം 29. ചൂർണയൻ സ്വധനുഷ്കോട്യ ഗിരികൂടാനി രാജരാട് ഭൂമണ്ഡലം ഇദം വൈന്യഃ പ്രായഃ ചക്രേ സമം വിഭു. അങ്ങനെ അതിനുശേഷം പൃഥു മഹാരാജാവ് ചൂർണയൻ എന്ന് വെച്ചാൽ കഷ്ണങ്ങളാക്കി മുറിച്ചു. ധനുഷ്കോട്യ തൻ്റെ ധനുസിൻ്റെ അഗ്രം കൊണ്ട് ഗിരികൂടാനി ഭൂമിയിലെ പർവ്വത ശിഖിരങ്ങളെ ഒക്കെ രാജരാട് ചക്രവർത്തിയായ പൃഥു മഹാരാജാവ് അതിനുശേഷം തൻ്റെ ധനുസിൻ്റെ അഗ്രം കൊണ്ട് ഭൂമിയിലുള്ള എല്ലാ പർവ്വതങ്ങളെയും കഷ്ണങ്ങളാക്കി നുറുക്കി അങ്ങനെ ഭൂമണ്ഡലം ഇതം ആ ഭൂമിയെ മുഴുവനും വൈന്യഃ വേനപുത്രനായ പൃഥു പ്രായഃ ചക്രേ സമം അല്ലേ എല്ലാ ഭാഗങ്ങളും മിക്കവാറും സമനിരപ്പിലാക്കുകയും ചെയ്തു. വിഭു എന്ന് വെച്ചാൽ ശക്തിമാനായ ആ ചക്രവർത്തി. അപ്പോൾ ശക്തിമാനായ പൃഥു ചക്രവർത്തി തൻ്റെ ധനുസിൻ്റെ ആഗ്രഹം കൊണ്ട് പർവ്വതങ്ങളെയൊക്കെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഉടച്ച് ഭൂമിയെ ഏകദേശം മിക്കവാറും ഭൂമിയുടെ പ്രദേശങ്ങളെ അങ്ങനെ സമനിരപ്പാക്കുകയും ചെയ്തു. ശ്ലോകം 30. അതാ അസ്മിൻ ഭഗവാൻ വൈന്യഃ പ്രജാനം വൃത്തിദഃ പിതാ നിവാസാൻ കൽപ്പയാ ചക്രേ തത്ര യഥാ അർഹതഃ. അതാ അനന്തരം അസ്മിൻ ഈ ഭൂമിയിൽ ഭഗവാൻ വൈന്യഃ ഭഗവാനായ വൈന്യൻ്റെ വേനപുത്രനായ പൃഥു പ്രജാനാം വൃത്തിദ പ്രജകൾക്കൊരു ജീവിതമാർഗം അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു എന്ന്. അപ്പം ജനങ്ങൾക്ക് സമനിരപ്പുള്ള ഭൂമിയായി ഇനി കൃഷി ചെയ്ത് വേണ്ടതിനെയൊക്കെ അവർക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത് പിതാഹ സർവജനങ്ങളുടെയും പിതാവ് എന്ന സ്ഥാനത്ത് പൃഥു മഹാരാജാവ് എത്തിച്ചേർന്നു. എല്ലാ മക്കൾക്കും ആ ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുന്നത് അച്ഛൻ്റെ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. മുഴുവൻ പ്രജകൾക്കും ഭൂമിയിൽ ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത പൃഥു മഹാരാജാവ് അതോടെ എല്ലാവരുടെയും പിതാവായി മാറി.
ഇനി ജീവിതമാർഗം മാത്രമല്ല ഉണ്ടാക്കി കൊടുത്തത്, മറ്റും കുറേ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. അതാണ് നിവാസാൻ, താമസിക്കാനുള്ള സ്ഥലം. കൽപ്പയാ ചക്രേ, അനുയോജ്യമായ രീതിയിൽ കൽപ്പയ ചക്രേ ഉണ്ടാക്കി കൊടുത്തു എന്ന്. തത്ര തത്ര, അവിടെയും ഇവിടെയും എല്ലാവിടെയുമായിട്ട് യഥാ അർഹത, ഓരോർക്കും അർഹതപ്പെട്ട രീതിയിൽ അനുയോജ്യമായ രീതിയിൽ ഓരോ ജനങ്ങൾക്കും ജീവിക്കാൻ വേണ്ട താമസിക്കാനുള്ള വാസസ്ഥലങ്ങളും എല്ലായിടത്തും പൃഥുരാജാവ് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പറയുമ്പോൾ എന്താ ഉണ്ടാക്കി കൊടുത്തത്? പൃഥുവിന് മുൻപ് ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ നമുക്ക് ശ്ലോകം 31 നോക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ആ താമസിക്കാനുള്ള സ്ഥലങ്ങളെന്ന്. ഗ്രാമാൻ പുരഹ പത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സ ശിബിരാൻ ആകരാൻ ഖേഡ ഖർവടാൻ. അപ്പം അതിനു മുൻപ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഗ്രാമാൻ, ഗ്രാമങ്ങൾ. നേരത്തെ പറഞ്ഞിരുന്നു യഥാ അർഹത, ഓരോ ജനങ്ങൾക്കും അവനവന് അർഹതപ്പെട്ട അവനവന് അനുയോജ്യമായ രീതിയിലുള്ള താമസ സ്ഥലങ്ങൾ പൃഥുരാജാവ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ, ഗ്രാമങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന, കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടി ഗ്രാമപ്രദേശങ്ങൾ, പുരഹ നഗരങ്ങളുണ്ട്, നഗരത്തിൽ വസിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ജീവിക്കാൻ വേണ്ട നഗരങ്ങൾ. പത്തനാനി പട്ടണങ്ങൾ, കുറെ കൂടി നല്ല രീതിയിൽ ആർഭാടത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പട്ടണങ്ങൾ. ദുർഗാണി പലതരം കോട്ടകൾ, വിവിധാനി എന്ന് വെച്ചാൽ പലതരം കോട്ടകൾ ഉണ്ടാക്കി. ഇനി ഘോഷാൻ എന്ന് വെച്ചാൽ കറവക്കാരുടെ വാസസ്ഥലം, അതായത് പശുക്കളെ കാലിയെ മേച്ച് നടക്കുന്നവർക്ക് താമസിക്കാൻ ഒരു പ്രത്യേകമായ ഏരിയ. വ്രജാൻ കന്നുകാലി തൊഴുത്തുകൾ. അതുപോലെ സ ശിബിരാൻ ആകരാൻ, സ ശിബിരാൻ എന്ന് വെച്ചാൽ ഇത് പട്ടാളങ്ങൾ, സൈനിക താവളങ്ങൾ ഉണ്ടാക്കി. ആകരാൻ എന്ന് വെച്ചാൽ ഖനികൾ ഉണ്ടാക്കി. ഗർവടാൻ എന്ന് വെച്ചാൽ പർവ്വത ഗ്രാമങ്ങൾ എന്ന്. ഗർവടാൻ എന്ന് വെച്ചാൽ പർവ്വത ഗ്രാമം എന്ന് വെച്ചാൽ ഈ പർവ്വതങ്ങളിലും മലയിലും ഒക്കെ താമസിക്കുന്ന ആളുകൾ ഉണ്ടാവില്ലേ, എന്താ പറയുക, ആദിവാസികളല്ല, മലയന്മാരെന്നൊക്കെ പറയുന്ന രീതിയിൽ മലകളിലും പർവ്വതങ്ങളിലും ഒക്കെ താമസിക്കുന്ന ആളുകളില്ലേ, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് പട്ടണത്തിലോ ഗ്രാമത്തിലോ കൊണ്ടുവന്ന് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അവിടെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവിടെയും ആ പർവ്വത ഗ്രാമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഖേഡ എന്ന് വെച്ചാൽ കർഷകർക്ക് താമസിക്കാനുള്ള പ്രത്യേക ഗ്രാമങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ആഖരാൻ എന്ന് വെച്ചാൽ ഖനികൾ ഉണ്ടാക്കി. സ ശിബിരാൻ എന്ന് വെച്ചാൽ സൈനിക താവളങ്ങൾ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ പൃഥുവിന് മുൻപ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ജീവിക്കാൻ വേണ്ട ജീവിതമാർഗം, തൊഴിൽ മാർഗം ഉണ്ടാക്കി കൊടുത്തു. അവർക്കൊക്കെ താമസിക്കാൻ വേണ്ട പ്രത്യേകം വാസസ്ഥലങ്ങളും ഉണ്ടാക്കി കൊടുത്തു. അപ്പം ഗ്രാമങ്ങൾ, നഗരങ്ങൾ, പട്ടണങ്ങൾ, വലിയ പലതരത്തിലുള്ള കോട്ടകൾ, അതുപോലെ കന്നുകാലികളെ വളർത്തുന്നവർക്ക് താമസിക്കാനുള്ള വാസസ്ഥലങ്ങൾ, തൊഴുത്തുകൾ, അതുപോലെ സൈനിക താവളങ്ങൾ, അതുപോലെ ഖനികൾ, കർഷകർക്ക് താമസിക്കാനുള്ള ഗ്രാമങ്ങൾ, പർവ്വതങ്ങളിലെ മലയന്മാർക്ക് താമസിക്കാനുള്ള ഗ്രാമങ്ങൾ, ഇങ്ങനെ വേർതിരിച്ച് ഓരോരുത്തർക്കും അനുയോജ്യമായ രീതിയിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള വാസസ്ഥലങ്ങളും പൃഥുരാജാവ് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ശ്ലോകം 32. പ്രാക് പൃഥോഹോ ഇഹ ന ഏവ ഏഷ പുരഗ്രാമ ആദികൽപ്പന യഥാസുഖം വസന്തി സ്മ തത്ര തത്ര അഗുദഹ ഭയഃ. പ്രാക് പൃഥോഹോ, പൃഥുവിന് മുൻപ്, പൃഥു മഹാരാജാവിന് മുൻപ്, ഇഹ ഈ ഭൂമിയിൽ, ന ഏവ ഇതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്. ഏഷ എന്ന് വെച്ചാൽ ഇത്തരം പുരഗ്രാമ ആദികൽപ്പന, നഗരങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ മുതലായ ക്രമീകരണങ്ങൾ ഒന്നും തന്നെ പൃഥു മഹാരാജാവിന് മുൻപ് ഇവിടെ ഒന്നും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിന് ശേഷം യഥാസുഖം ഓരോരുത്തരും അവരവരുടെ സുഖത്തോടുകൂടി വസിച്ചു പോന്നു. തത്ര അവിടെയും ഇവിടെയും എല്ലായിടത്തുമായിട്ട് അഗുദഹ ഭയം, ഒരു ഭയവുമില്ലാതെ, ഒരു ആശങ്കയുമില്ലാതെ ജനങ്ങളെല്ലാം ഭൂമിയുടെ എല്ലാ ഭാഗത്തും അവർക്ക് അനുയോജ്യമായ സ്ഥലങ്ങളിൽ സുഖമായിട്ട് യഥാസുഖം അങ്ങനെ ജീവിച്ചു പോന്നു. അതിനുള്ളതെല്ലാം പൃഥു മഹാരാജാവ് അവർക്ക് ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്കൊരു ജീവിതമാർഗവും അതോടൊപ്പം ജീവിക്കാനുള്ള വാസസ്ഥലങ്ങളും അനുയോജ്യമായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ടാണ് ഭഗവാൻ പൃഥുവിൻ്റെ രൂപത്തിൽ അവതരിച്ചത് എന്ന് സാരം.
അങ്ങനെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നമ്മൾ പൃഥു മഹാരാജാവ് ഭൂമിദേവിയിൽ നിന്നും എല്ലാ ഭക്ഷ്യദാനങ്ങളും കറന്നെടുത്തതും അതിനുശേഷം ഓരോരുത്തരും ദേവന്മാർ, അസുരന്മാർ, യക്ഷരാക്ഷസന്മാർ, അതുപോലെ സിദ്ധന്മാർ, മഹർഷിമാർ ഓരോരുത്തരും, അതുപോലെ പർവ്വതങ്ങൾ, മരങ്ങൾ, സർപ്പങ്ങൾ എല്ലാവരും അവരവർക്ക് വേണ്ടത് ആ പ്രകൃതിയിൽ നിന്നും, ഭൂമിയുടെ രൂപത്തിൽ നിൽക്കുന്ന പ്രകൃതിയിൽ നിന്നും എല്ലാം കറന്നെടുത്തു. അങ്ങനെ എല്ലാവരും സംതൃപ്തരായി. പൃഥു മഹാരാജാവ് എല്ലാവർക്കും വേണ്ടതും ചൊരിഞ്ഞു കൊടുത്ത ആ ഭൂമിദേവിയിൽ വളരെ സന്തുഷ്ടനായപ്പോൾ ഒരു പിതാവിന് മകളോട് തോന്നുന്ന വാത്സല്യത്തോടെ സ്വന്തം പുത്രിയായി തന്നെയാണ് പൃഥുവ് അതിനുശേഷം ഭൂമിദേവിയെ കണ്ടത് എന്നാണ്. അങ്ങനെ എല്ലാ ജനങ്ങൾക്കും ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല വസിക്കാനുള്ള ഇടവും പൃഥു ഉണ്ടാക്കി കൊടുത്തു. അതായത് ഭൂമിയിൽ അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, നഗരങ്ങൾ, കർഷകർക്കുള്ള വാസസ്ഥലങ്ങൾ, കന്നുകാലികളെ മേയ്ക്കുന്നവർക്കുള്ള വാസസ്ഥലങ്ങൾ, തൊഴുത്തുകൾ, ഖനികൾ, സൈനിക താവളങ്ങൾ എന്നിങ്ങനെയുള്ള വേർതിരിവുകൾ അങ്ങനെ ഭൂമിയിൽ ഉണ്ടാക്കി ഓരോ വിഭാഗത്തിൽപ്പെട്ടവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ക്രമീകരണങ്ങൾ ഭൂമിയിൽ കൊണ്ടുവന്നത് അങ്ങനെ പൃഥുവാണ്. പൃഥു മഹാരാജാവിന് മുൻപ് അങ്ങനെ ഒരു ആസൂത്രിത ക്രമീകരണം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ഭൂമിയിൽ വളരെ സന്തോഷത്തോടെ യഥാസുഖം അങ്ങനെ വസിച്ചു പോന്നു എന്ന് പറഞ്ഞുകൊണ്ട് 18ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ശരിക്കും ഒരു നാഗരികതയുടെ